സ്കൂൾ കെട്ടിടങ്ങളുടെയും ബസ്സുകളുടെയും ഫിറ്റ്നസ് മറ്റു മുന്നൊരുക്കങ്ങൾ എല്ലാം ഈ മാസം 27 മുമ്പ് പൂർത്തീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട നടപടികളുടെ മാർഗനിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം നടത്തിയാൽ മാത്രം പോരാ, മറ്റു മുന്നൊരുക്കങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കണം. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് നേടിയിരിക്കണം. സ്കൂൾ പരിസരത്ത് പ്രചാരണ ബോർഡുകളോ തോരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവ മാറ്റണം. സ്കൂൾ കോമ്പൗണ്ടിൽ അപകടകരമായ രീതിയിൽ മരങ്ങളോ ചില്ലകളോ ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റണം. ക്ലാസ് മുറികളിൽ ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ഇഴജന്തുക്കൾ കയറാനുള്ള സാഹചര്യം പരിശോധിച്ച് പരിഹാരമുണ്ടാക്കണം. വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തുന്നതുവരെയുള്ള കുട്ടികളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ഇതിനായി സ്കൂൾ ബസ് ഫിറ്റ്നസ്, സ്കൂളിലേക്കുള്ള KSRTC ബസ് സൗകര്യം, സുരക്ഷാ ട്രാഫിക് ബോർഡുകൾ, സ്പീഡ് ബ്രേക്കറുകൾ, സൂചനാ ബോർഡുകൾ എന്നിവ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. മാറ്റം വരുത്തേണ്ടത് അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകണം. സ്കൂൾ പരിസരത്ത് ലഹരി വിൽപ്പന ഇല്ലെന്ന് പോലീസ്, എക്സൈസ് എന്നിവരുടെ സഹായത്താൽ ഉറപ്പാക്കണം. ഉച്ചഭക്ഷണം സ്കൂൾ തുറക്കുന്ന അന്നു മുതൽ തന്നെ നൽകി തുടങ്ങണം. ഇതിനുവേണ്ട ക്രമീകരണങ്ങളും ഒരുക്കണം. മുന്നൊരുക്കങ്ങൾ ഈ മാസം 27 മുൻപ് പൂർത്തീകരിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.